എൻ്റെ സർഗാത്മക ജീവിതം ഒരു പരിചയപ്പെടുത്തൽ എന്ന പംക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് രണ്ടാമത്തെ വീഡിയോയാണ്. കഴിഞ്ഞ വീഡിയോയിൽ യേശുവിൻ്റെ 3 ഉപമകളെ ആസ്പദമാക്കി സർഗാത്മകത എന്ന അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ താല്പര്യമുള്ളവർക്ക്, അതേവർക്കും സാധ്യമാണ്, അങ്ങനെ താല്പര്യമുള്ളവർക്ക് പ്രയോജനം ആകത്തക്ക വിധത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 3 ഉപമകളെ ആസ്പദമാക്കി ചില വെളിപ്പെടുത്തലുകൾ ഏവരുമായി പങ്കിടുവാൻ ഇടയായതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രത്യേക ചിന്ത മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നാം കണ്ടത് ആന്തരികമായ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ കൂടെ, അതായത് നമ്മുടെ വ്യക്തിത്വമാകുന്ന വിളക്കിൻ്റെ ഉള്ളിൽ എണ്ണയുള്ളത് കൊണ്ട് നമ്മെ ആക്കി വച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലെയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിലെയും സാധ്യതകൾ ലോകത്തിൻ്റെ കണ്ണിൽ കൊണ്ട് അല്ലെങ്കിൽ സാമാന്യ കണ്ണിൽ കൂടെ നോക്കിയാൽ കാണാത്ത സാധ്യതകൾ കണ്ട് വിശ്വാസത്തിൻ്റെ ആവേശത്തിൽ അവ യാഥാർത്ഥ്യമാക്കി തീരത്തക്കവണ്ണം ആവേശത്തോടെ പ്രവർത്തിക്കുന്നതിൽ കൂടെ നമ്മുടെ ഉള്ളിലെ ആ സാധ്യതകൾ വളർന്ന് വിപുലീകരിച്ച് നമുക്ക് നമ്മളായിരിക്കുന്ന സാഹചര്യത്തിലെ ആവശ്യങ്ങളോട് സന്തോഷത്തോടെയും ആത്മധൈര്യത്തോടെയും പ്രതികരിക്കുവാനുള്ള ഒരു ക്ഷമതയുണ്ടാകുന്നു. അതാണ് ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമ. യാതൊരു പ്രതിഫല ഇച്ഛയുമില്ലാതെ മറ്റുള്ളവരുടെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലായ്മകളെ പോരായ്മ ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കത്തക്കവണ്ണം അവരോട് ഇടപെടുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ഈ ഒരു സമീപനത്തെയാണ് ആത്മീകമായ അർത്ഥമുള്ള സർഗാത്മകതയായി നാം മനസ്സിലാക്കേണ്ടത് എന്ന ആശയമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. ഞാൻ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട്, അത് അടിവരയിട്ടുകൊണ്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു ചിന്തയിലേക്ക്, അതിനോടനുബന്ധമായ ചിന്തയിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ഇവിടെ യേശുവിൻ്റെ ദർശനത്തിൽ ആധ്യാത്മികതയുടെ പ്രവർത്തന സ്വഭാവം എന്താണ് എന്നത് വ്യക്തമാക്കപ്പെടുകയാണ്. അതെന്താണ്? കൊടുക്കുവാനുള്ള ആവേശം. കൊടുക്കുക എന്ന് പറയുമ്പോൾ സഹജീവികളായിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പോരായ്മകൾ, അതിനെ നികത്തുവാനും അവരുടെ ജീവിതത്തിൽ പ്രസരിപ്പും പ്രത്യാശയും, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമർത്ഥ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവരുടെ അവകാശവും മാനിച്ചുകൊണ്ട് അവരോട് ബന്ധം പുലർത്തുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനുമുള്ള മനസ്ഥിതി, അതാണ് കൊടുക്കുക എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പല വിധത്തിൽ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ക്യാമറ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. കാരണം അത് അവരുടെ അഹംഭാവത്തെ, ഞാനിതാ മിടുക്കനാണ്, ധനികനാണ്, എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ മുതലുണ്ട്, മാത്രമല്ല ഞാൻ നല്ലവനാണെന്ന് 4 പേർ കാണട്ടെ എന്ന വിധത്തിൽ പേഴ്സ് തുറക്കുന്നവരെ പറ്റിയല്ല ഞാനീ പറയുന്നത്. അത് കൊടുക്കുന്നത് ഒരു വിധത്തിലൂടെ എടുക്കുന്നതിന് തുല്യമാണ്. അത് മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ മേന്മ വെളിപ്പെടുത്തത്തക്കവണ്ണമുള്ളൊരു സമീപനമല്ല. സ്വന്തം മേന്മ നിസ്സഹായരായ ആളുകളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ കൈയടി അല്ലെങ്കിൽ പൊതു സ്വീകാര്യം കൈപ്പറ്റുക എന്ന ഒരു നികൃഷ്ടമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവമേ ഇവിടെ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ഏവർക്കും തിരിച്ചറിയാവുന്നതാണ്. എന്നാൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്വാഭാവികമായി മനുഷ്യരുടെ അവസ്ഥ കണ്ട് അവരുടെ പരാധീനതകൾ മാത്രമല്ല, അതിനേക്കാൾ ഉപരി അവരോടുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ്, അത് അവർ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമായി തിരിച്ചറിഞ്ഞ് അവർ അതിനെ പറ്റിയുള്ള നേരായ തിരിച്ചറിവുണ്ടായിട്ടും അതിനെ
വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ അവസരങ്ങൾ, സാഹചര്യങ്ങൾ എന്നെ സഹായിക്കുകയില്ല, അനുവദിക്കുകയില്ല എന്ന് നിരുത്സാഹപ്പെട്ട് കഴിയുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു വലിയ വ്യത്യാസം വരത്തക്കവണ്ണം അവരോട് ബന്ധം പുലർത്തുന്ന ഈ സമീപനത്തെയാണ് സർഗാത്മക സമീപനമെന്ന് ഞാൻ വിവക്ഷിക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16, 17, 18 വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ യേശു ഗലീല കടൽ തീരത്ത് തങ്ങളുടെ വല നന്നാക്കിക്കൊണ്ടിരുന്ന ശിമോനും അവൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും കണ്ടിട്ട് അവർക്ക് പോലും ആ നിമിഷം വരെ തിരിച്ചറിയാൻ കഴിയാതെ പോയ അവരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാധ്യതകളെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് അവരുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുന്ന ഒരിടപെടൽ. എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അത് സർഗാത്മകതയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അപ്രകാരം ആ 2 സഹോദരന്മാരോട് പ്രസ്താവിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് എൻ്റെ സത്യം. യേശു ചുമ്മാതെ അങ്ങ് പറഞ്ഞതല്ല. ആ 2 വ്യക്തികളിൽ ചില പ്രത്യേകമായ അനിതര സാധാരണമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ്, എന്നാൽ അവരുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാതെ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ആ സാധ്യതകൾ 100% അധപ്പതിച്ച് അസ്തമിച്ചു പോകുമായിരുന്നൊരു സാഹചര്യത്തിൽ അവരോട് ഇടപെട്ട് അവരെ ഉണർത്തി അവരുടെ ജീവിതത്തിൻ്റെ പുതിയൊരു തട്ടത്തിലേക്ക് ഉയർത്തുന്ന അതിമനോഹരമായ സമീപനത്തിൻ്റെ പേരാണ് സർഗാത്മകത എന്നുള്ളത്. അത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ അതുപോലെ വളർച്ചയുണ്ടാകണം. വളർച്ചയാണ് എന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നിങ്ങളുമായി പങ്കിടാം. ലളിതമാണ്, പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. സർഗാത്മകതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അന്തസത്ത വളർച്ചയാണ്. അത് ആ വാക്ക് എത്ര തവണ ആവർത്തിച്ചാലും മതി വരികയില്ല. വളർച്ച, വളർച്ച, വളർച്ച. നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിക്കൂ. മനുഷ്യൻ വളരണം, വളരണം, വളരണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ സ്വർഗരാജ്യം കടുകുമണിക്ക് സദൃശം. അവിടെ വളർച്ചയല്ലേ. ഭൂമിയുടെ അറുതി വരെയും തൻ്റെ ശിഖരങ്ങളെ അയക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ ഈ കൊച്ചു കടുകുമണി വളരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ദൈവരാജ്യം. അത് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശാസ്ത്രത്തെ പറ്റിയല്ല യേശു പറയുന്നത്. ഈ കടുകുമണി സ്വർഗരാജ്യത്തിൻ്റെ മണ്ണിൽ വീണാൽ അത് പൊട്ടിമുളച്ച് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അതുവരെയും പോകും. അത് അച്ചട്ടാണ്, യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല. എന്നാൽ ഈ കടുകുമണി പ്രകൃതിയുടെ മണ്ണിലാണ് വീഴുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. അതിനെപ്പറ്റി എനിക്ക് സംശയമില്ല. ഏതായാലും സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സർഗാത്മകതയെപ്പറ്റി താല്പര്യമുള്ള ആളുകൾ വളരെ വ്യക്തമായി അറിയുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ്? നമുക്ക് നമ്മുടെ പുരയുടെ മുകളിലോട്ട് കയറണമെങ്കിൽ ഒരു ഏണി ആവശ്യമാണ്. അപ്പോൾ സർഗാത്മക നമ്മുടെ പുരയുടെ മുകളാണെന്ന് വിചാരിക്കും. അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ഏണിയുടെ പേരാണ് വളർച്ച എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം വസിക്കുന്ന ഈ യുഗത്തിൽ, ഈ സംസ്കാരത്തിൽ, ഈ സമൂഹത്തിൽ സമ്പത്ത് വളരണമെന്നല്ലാതെ മനുഷ്യൻ വളരണമെന്ന യാതൊരു താല്പര്യവുമില്ല. മാത്രവുമല്ല, ദുഃഖകരമെന്ന് പറയട്ടെ, മനുഷ്യൻ്റെ വളർച്ച അവൻ്റെ സമ്പത്തിൻ്റെ വളർച്ചയായിട്ട് മാത്രമാണ് പരക്കെ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ധനവാന്മാർ മിടുക്കന്മാരാണ്, നല്ലവരാണ്, കേമന്മാരാണ്, അവർ ദൈവത്തിൻ്റെ കണ്ണിലുണ്ണികളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. അതാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ വ്യക്തിത്വത്തിൽ വെളിച്ചമുള്ളവർ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ് എന്ന അടിസ്ഥാന ആത്മീയ സത്യം നാം അവഗണിച്ച് കളയും. കാരണം നമ്മുടെ കണ്ണിൽ മുഴുവനും പണമാണ്. ആത്മീയ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ തത്വം ഇതാണ്, മർമ്മം ഇതാണ് എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ നിധി എവിടെയാണ് അവിടെ നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. അപ്പം നമ്മുടെ നിധി മാമോൻ്റെ സമ്പത്ത് മാത്രമാണെങ്കിൽ നമ്മുടെ ഹൃദയം അവിടെ ഇരിക്കും. ആ ഹൃദയവുമായുള്ള രമ്യതയിലാണ് നമ്മുടെ വ്യക്തിത്വം രൂപീകരിക്കപ്പെടുന്നത്. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു സാർവലൗകിക സത്യം ഞാൻ
രേഖപ്പെടുത്തട്ടെ. നാം എന്തിനെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. ആവർത്തിക്കുന്നു, മനഃപൂർവ്വം ആവർത്തിക്കുന്നു. നാം എന്തിനെ സ്നേഹിക്കുന്നുവോ, നാം ആരെ സ്നേഹിക്കുന്നുവോ നാം അതുപോലെ ആയിത്തീരും. എൻ്റെ 2 കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെന്നെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ അവരെന്നെപ്പോലെ ആയിത്തീരുവാൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വലിയ മണ്ടത്തരമാണ് എന്ന് വിചാരിച്ച് അവരവിടെ തെറ്റ് തിരുത്തി എന്നും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തത്വം ഇതാണ്: സ്നേഹിക്കുന്നുവെങ്കിൽ അനുകരിക്കും, അതുപോലെ ആയിത്തീരും. അതുകൊണ്ടാണ് നാം യേശുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏക തെളിവ് നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കുന്നു, ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എന്നുള്ളത്. പക്ഷേ ക്രിസ്ത്യാനിയുടെ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ അതിലില്ലാതെ സ്നേഹിക്കുന്നു. പക്ഷേ അവൻ പറഞ്ഞതും ചെയ്തതും ഒന്നും ഞങ്ങൾക്ക് കേൾക്കുക വേണ്ട എന്ന് മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ പടുകുഴിയിൽ വീണ് നശിച്ചു പോകുമെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് വെച്ച് പുലർത്തുവാൻ മല്ലു ക്രിസ്ത്യാനി, സുറിയാനി ക്രിസ്ത്യാനിക്ക് അല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, തിരുത്തണം. ഏതായാലും അതങ്ങനെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സർഗാത്മകതയുടെ അന്തസത്ത മനുഷ്യൻ്റെ വളർച്ചയാണ്. ആ വളർച്ചയെന്ന് പറഞ്ഞാൽ ഭൗതികമായ സമ്പത്തിൻ്റെ, നാം എന്തിൻ്റെ ഉടമകളാകുന്നു എന്നതിൻ്റെ വളർച്ചയല്ല, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയാണ്. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ യേശു തന്നെ വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആന്തരികമായ സമ്പത്താണ് നമ്മുടെ വ്യക്തിത്വം. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയുമുള്ള സമ്പത്തിന് നാം കൊടുക്കുന്ന പേരാണ് വ്യക്തിത്വം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട പേരാണ് വ്യക്തിത്വം. അതിൽ വളർച്ചയില്ലാത്തവർക്ക് ആർക്കും സർഗാത്മകത പ്രാപിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും വളരെ പ്രാവർത്തികമായ ഒരു അറിവ്, സർഗാത്മകതയുടെ പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തന ഊർജം എന്താണ്? കൊടുക്കുവാനുള്ള വ്യഗ്രതയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് 2 വ്യത്യസ്തമായ രീതിയിൽ, വിധത്തിൽ കൊടുക്കാൻ കഴിയും. കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ബഹുഭൂരിപക്ഷം ആളുകൾ കിട്ടണം എന്ന് മാത്രം താല്പര്യമുള്ളവരാണ്. അവർ കൊടുത്താലും കിട്ടാൻ വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് കൊടുത്താൽ 15 മടങ്ങ് കിട്ടും, ഇതൊരു തരത്തിലുള്ള ലോട്ടറിയാണ് എന്ന് ജനത്തെ പഠിപ്പിച്ച് അവരുടെ വ്യാമോഹങ്ങളെ ഉണർത്തി കൂടുതൽ വരുമാനമുണ്ടാക്കാൻ അതിന് മിടുക്കുള്ള ആളുകൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതും അതിലവർ വളരെ ശ്രദ്ധേയമായി വിജയിക്കുന്നതും അത് നിങ്ങൾക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് ഞാനായിട്ട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ 2 വിധത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഒന്ന്, നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കാൻ കഴിയും. ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് മാത്രമാണ് സഭകൾ എപ്പോഴും നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 10% ദൈവത്തിനുള്ളതാകുന്നു, അത് ദൈവവേലയ്ക്കായി മാറ്റിവെക്കണം. ദൈവവേലക്കാർ ഞങ്ങളാണ്, അത് ഞങ്ങളെ ഏൽപ്പിക്കണം. ഇതാണ് നാം എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്കുള്ളതിൽ നിന്ന് കൊടുക്കണം, ഉള്ളതിൽ നിന്ന് കൊടുക്കണം. എന്നാൽ അതിനേക്കാൾ 10,000 മടങ്ങ് വിലയേറിയതും മാഹാത്മ്യമേറിയതുമായ മറ്റ് ഒരു വിധമുണ്ട്, കൊടുക്കാൻ മറ്റൊരു വിധമുണ്ട്. അതെന്താണ്? നമ്മൾക്ക് ഉള്ളതിൽ നിന്നല്ല കൊടുക്കേണ്ടത്, നമ്മളായിരിക്കുന്നതിൽ നിന്ന് കൊടുക്കണം. ശ്രദ്ധിക്കുക, നമ്മളായിരിക്കുന്നതിൽ നിന്ന് കൊടുക്കണം. അതാണ് യേശുവിൻ്റെ ദർശനം. ഉദാഹരണമായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ലോകത്തിന് കൊടുക്കണം. എന്താണ് കൊടുക്കേണ്ടത്? നിങ്ങളുടെ വെളിച്ചമാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ നക്കാപ്പിച്ച അല്ല ലോകത്തിന് വേണ്ടത്. ലോകത്തിന് ഇല്ലാത്തതും അന്ധകാരത്തിലിരിക്കുന്ന ലോകത്തിന് ഏറ്റവും ആവശ്യമായത് വെളിച്ചമാണ്. ആ വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതാണ് നിങ്ങൾ പകരേണ്ടത്. ആ വെളിച്ചം നൽകുവാൻ ആർക്കൊക്കെ കഴിയുമോ അവരെയൊക്കെ മനുഷ്യ ജാതി മതലിംഗ കാലഭേദമന്യേ എക്കാലത്തും നന്ദിയോടെ ഓർക്കും. അങ്ങനെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരത്തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വളർച്ച പ്രാപിക്കണമെന്നുള്ളതാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്ന ആത്മീയമായ നിയോഗം എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇത് 100% നാം മറന്നുപോയി, നാം കൈവിട്ടുപോയി, നമ്മുടെ നിന്ന് നശിച്ചുപോയി.
അതുകൊണ്ടാണ് ദൈവവേല എന്ന് പറഞ്ഞാൽ ഉടനെ പോക്കറ്റിൽ കൈയിടുക. പരിശുദ്ധമായ പോക്കറ്റ് അടിയുടെ പേരാണ് ദൈവവേല എന്ന ഒരു സ്ഥിതിയിലേക്ക് നാം അധപ്പതിച്ചു പോയതിൽ ദുഃഖിക്കുന്നു, ഹൃദയം നുറുങ്ങി ദുഃഖിക്കുന്നു. ഇതല്ല യേശുവിൻ്റെ മാർഗം എന്നത് വളരെ വ്യക്തമായി ആവർത്തിച്ച് യേശു പറഞ്ഞിട്ടും അതിലേക്ക് അല്പം പോലും ശ്രദ്ധ കൊടുക്കാതെ മാമോൻ്റെ വഴിയെ മാത്രം സഞ്ചരിച്ച ദൈവത്തിന് ഏതാണ്ട് പ്രത്യേകമായ ഉദവികൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനിയുടെ ഭീകരമായ പൊട്ടത്തരം ഇത് കാണാൻ തുടങ്ങിയിട്ട് നാളേറെയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്ക് കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിക്കാനുണ്ട്. നിങ്ങൾ ഈ ദൈവവേലയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് നിർത്തണം. ദൈവവേലയ്ക്ക് ഉപകരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളുടെയോ എൻ്റെയോ വ്യക്തിത്വത്തിൽ വെളിച്ചമുണ്ടോ? ലോകത്തിന് വേണ്ടത് വെളിച്ചമാണ്, നക്കാപ്പിച്ച അല്ല. അപ്പോൾ പറയും പാവപ്പെട്ടവർക്കും വെളിച്ചമാണ് വേണ്ടത്. കാരണം ഈ വെളിച്ചം അവരുടെ ഉള്ളിലുണ്ടായെങ്കിൽ, ഈ വെളിച്ചം പ്രാപിക്കാൻ അവർക്ക് ഇടയായിട്ടുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അവരായിരിക്കുന്ന പരാധീനതയിൽ നിന്ന് അവർ വെളിയിൽ വരും. അല്ല, നിൻ്റെ നക്കാപ്പിച്ച കൊടുത്ത് നിർത്തിയാൽ അവനും അവൻ്റെ തലമുറകളും ഈ ദാരിദ്ര്യത്തിൻ്റെ പരാധീനതയുടെ ആ അവസ്ഥയിൽ ആണ്ടുകിടക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണമെന്ന് യേശു പരസ്യ ശുശ്രൂഷയുടെ ആദിമ ഭാഗത്ത് തന്നെ വിളിച്ചറിയിക്കുവാൻ മർമ്മം ഇതാണ് എന്ന് ഞാൻ സമയത്ത് സൂചിപ്പിക്കാം. അതുകൊണ്ട് സർഗാത്മകതയുടെ ഏറ്റവും വ്യക്തമായ ഒരു പ്രവണത കൊടുക്കുവാനുള്ള അതീവമായ ദാഹമാണ്. ലോകത്തിൻ്റെ ദാഹം കിട്ടുവാനാണ്, കൂടുതൽ വലിച്ച് കുടിച്ച് മത്തനാകുവാനാണ് എങ്കിൽ ആത്മീയത ഉൾക്കൊള്ളുന്ന സർഗാത്മകതയുടെ ദാഹം കൊടുക്കുവാനാണ്. ഇത് ഏറ്റവും വ്യക്തമായി മനസ്സിലാക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിൻ്റെ വ്യക്തിത്വത്തെയും പ്രവർത്തന രീതിയെയും മനുഷ്യരോടുള്ള ഇടപാടിനെയും ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അച്യുതാനന്ദൻ പറയുന്ന പോലെ ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യേശു ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും മോഹിച്ചതായി നിങ്ങൾക്ക് കാണിക്കാമോ? അത് സാധ്യമല്ല. കാരണം ഇരുട്ടും വെളിച്ചവും എപ്രകാരം ഒന്നിച്ച് ഇടകലരുവാൻ സാധ്യമല്ലാത്തതുപോലെ സർഗാത്മകതയുടെ വ്യക്തിത്വവും ഈ തെണ്ടലിൻ്റെ മനോഭാവവും ഒരേ വ്യക്തിയിൽ ഒരു കാലത്തും കൂടി ഇരിക്കുവാൻ സാധ്യമല്ല. ഒന്ന് മറ്റതിനെ ബഹിഷ്കരിക്കും, പുറത്താക്കും. മാമോൻ സേവ പാടില്ല എന്ന് യേശു പറയുന്നു. എന്താണ് ഈ മാമോൻ സേവ? കിട്ടണമെന്ന ദാഹമാണ്, അവസാനിക്കാത്ത ദാഹമാണ്. ഷേക്സ്പിയർ തൻ്റെ കൃതിയിൽ പറയുന്നുണ്ട്, ദ സീ ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ്, ഹ്യൂമൻ ഡിസയേഴ്സ് നൺ. കടലിനും അതിരുണ്ട്. മനുഷ്യൻ്റെ മോഹത്തിനോ അതിരില്ല എന്ന് ഷേക്സ്പിയർ പറയുകയാണ്. എത്രയോ അന്വർത്ഥമാണത്. അപ്പോൾ ഈ ഒരു വലിയ വ്യത്യാസം, പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം, കൊടുക്കണമെന്ന ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. അങ്ങനെയുള്ള ആഗ്രഹം പ്രാവർത്തികമാകത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ക്രമീകരിക്കുകയും വളർത്തുകയും അത് വെളിച്ചത്തെ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വമായി രൂപാന്തരപ്പെടുത്തുവാൻ നാം അനവരതം അധ്വാനിക്കുകയും അതിരില്ലാതെ ആഗ്രഹിക്കുകയും ചെയ്യണം. അവിടെയാണ് സർഗാത്മകതയുടെ ആവേശം സ്ഥിതി ചെയ്യുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ 20 പുസ്തകങ്ങൾ ഇതിനോടകം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിലൊരു പുസ്തകം പോലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടണമെന്നോ പ്രശസ്തി പ്രാപിക്കണമെന്നോ അതുകൊണ്ടെന്തെങ്കിലും ധനപരമായ ലാഭമുണ്ടാകണമെന്നോ എന്ന പ്രതീക്ഷയിൽ ചെയ്തതല്ല. ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഭൂരിപക്ഷവും വേദശാസ്ത്രപരമായ പുസ്തകങ്ങളാണ്, തിയോളജിക്കൽ ബുക്സാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല. എനിക്ക് ഭൗതികമായ പ്രയോജനം വന്നിട്ടുള്ളത് മതേതര, അതായത് സെക്യുലർ പുസ്തകങ്ങൾ എഴുതിയതിൽ കൂടെ മാത്രമാണ്.
എന്നാൽ അവ എഴുതുന്നതും ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. വളരെ അപൂർവമായി മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ഭൗതികമായ ലാഭത്തെ ലാക്കാക്കിയാണ് ഇങ്ങനെയുള്ള സർഗാത്മകതയുടെ പ്രവർത്തനങ്ങൾ എന്ന് ആരും വിചാരിക്കരുത്. അങ്ങനെ താല്പര്യമുള്ളവർ ഈ മേഖലയ്ക്ക് യോഗ്യരല്ല എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. യാതൊരു പ്രതിഫല ഇച്ഛയുമില്ലാതെ. എന്നാൽ അതേസമയം എൻ്റെ ഉള്ളിൽ ചില പ്രത്യേകതയുള്ള നിധി ഞാൻ ചോദിക്കാതെയും അറിയാതെയും എനിക്കതീതമായ ഒരു വലിയ ശക്തി, ഒരു വലിയ കരുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതെൻ്റെ സ്വത്തല്ല, മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച നിധിയാണ്. അതിനെ ഏറ്റവും മഹത്തരമായി ആരുടെ എല്ലാം ജീവിതത്തിൽ അനുഗ്രഹമായി അനുഭവപ്പെടത്തക്കവണ്ണം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും എന്ന അന്വേഷണത്തിൽ കൂടെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൽ കൂടെ ഉടലെടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് ഈ സർഗാത്മകത. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാം, ഒരു പുസ്തകം എഴുതി പബ്ലിഷ് ചെയ്യുന്നത് വളരെ 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 ക്ലേശകരമായ ഒരു സംരംഭമാണ്. ആത്മാർത്ഥമായി ആഴമുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിലനിൽപ്പുള്ള അറിവുകൾ ജനങ്ങൾ പ്രാപിക്കത്തക്കവണ്ണം ഒരു പുസ്തകം എഴുതണമെങ്കിൽ നന്നേ ക്ലേശിക്കണം. ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ അധ്വാനം ഒരു പുസ്തകത്തിൽ അതിനാനുപാതികമായ യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. ഇപ്പോൾ ഞാൻ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയാൽ എനിക്ക് 3000 രൂപ തൊട്ട് 10,000 രൂപ വരെ പ്രതിഫലം കിട്ടും. അത് ഓരോ ന്യൂസ് പേപ്പറിനെ അനുസരിച്ചിരിക്കും. ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ എഴുതുന്നതിന് എനിക്ക് 2 മണിക്കൂർ മതി. നല്ലൊരു പുസ്തകം എഴുതണമെങ്കിൽ ആയിരക്കണക്കിന് മണിക്കൂറുകൾ വേണം. വേദശാസ്ത്രപരമായ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്ന പ്രതിഫലം ഉണ്ടാകുകയില്ല. എന്നാൽ അതല്ല അതിൻ്റെ നിർവൃതി. അതിൻ്റെ നിർവൃതി എന്താണ്? ചില പ്രത്യേകതയുള്ള അറിവുകൾ അത് ജനങ്ങളിൽ എത്തിക്കത്തക്കവണ്ണം മുഖാന്തരമായി പ്രവർത്തിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്ന ഒരൊറ്റ ചിന്ത മതി. അതാണ് പ്രതിഫലം. അപ്രകാരമുള്ള ഒരു സന്തോഷം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, ഇതെല്ലാം അർത്ഥശൂന്യമായ അധ്വാനങ്ങളാണ്, ഇതുകൊണ്ട് ഞാൻ കൂടുതൽ തെണ്ടിയായി പോകത്തേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്ക് ഈ മേഖലയിൽ നിൽക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ഞാനൊരു നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചാൽ എനിക്ക് പണം ഉണ്ടാകും. നമുക്കറിയാം, അരുന്ധതി റോയ് ഒരു ആദ്യത്തെ പുസ്തകമായ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിന് അവർക്ക് ആദ്യം കിട്ടിയ തുക $2.5 മില്യൺ ഡോളറാണ്. $2.5 മില്യൺ. അതായത് $25 ലക്ഷം. $25 ലക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതിനെ 80 കൊണ്ട് ഗുണിച്ചാൽ എത്രയാകും? അത്രയും രൂപ. ഏകദേശം 200 കോടി രൂപയാണ് ഒരു പുസ്തകത്തിൽ അവർക്ക് കിട്ടിയത്. അപ്പോൾ അത് വളരെയധികം ലാഭമുണ്ടാക്കും. പക്ഷേ നിങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനം നോക്കുമ്പോൾ ഭൗതികമായ എന്ത് പ്രതിഫലം കിട്ടുമെന്ന ചിന്ത യേശുവിൻ്റെ 4 അയലത്തൂടെ പോയിട്ടില്ല. ഞാൻ ചില കാര്യങ്ങൾ, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമാകാനാണ്. ആ ഒരു വെളിച്ചത്തിൽ നാം യേശുവിനെ പരിഗണിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയും. എന്നാൽ അതാണ് യഥാർത്ഥത്തിലുള്ള സമീപനം. അങ്ങനെയുള്ള സമീപനത്തിൽ കൂടെ മാത്രമേ മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ശ്രീനാരായണ ഗുരു, അദ്ദേഹം ആജീവനാന്തം തപസ് പോലെ ജനങ്ങളെ സേവിച്ചു, ജനങ്ങൾക്ക് നന്മ വരത്തക്കവണ്ണം പ്രവർത്തിച്ചു. ത്യാഗബുദ്ധിയുടെ ഒരു പരമോന്നത ഉദാഹരണമാണ് അദ്ദേഹം. എന്ത് പ്രതിഫലത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്രകാരം ചെയ്തത്? ശ്രീനാരായണ ഗുരുവിലുണ്ടായിരുന്ന സർഗാത്മകത എത്ര മഹനീയമാണ് എന്ന് ക്രിസ്ത്യാനികൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ, കാവ്യരൂപത്തിലുള്ള പ്രാർത്ഥനകൾ, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഗീതങ്ങൾ, ഭജൻസ് കേട്ട് വളരെ സന്തോഷത്തോടെ മനസ്സിലാക്കാൻ, പക്ഷേ കൂടുതലും സംസ്കൃതമായതുകൊണ്ട് വേണ്ടതുപോലെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും അതിൻ്റെ പുറകിൽ വർത്തിക്കുന്ന സർഗാത്മകതയുടെ വെളിച്ചം എൻ്റെ ഉള്ളിൽ എവിടെയോ തട്ടുന്നുണ്ട്.
യേശുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും പ്രസ്താവനകളും അവൻ്റെ ആശയങ്ങളും അവൻ്റെ ഉപമകളും ഒക്കെ ശ്രമിക്കുമ്പോൾ അതേത് ഉദ്ദേശത്തോടു കൂടെയാണ് അങ്ങനെയുള്ള വിഭവങ്ങൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉടലെടുക്കുന്നത് എന്ന് ഞാൻ അത്ഭുതത്തോടുകൂടെ, അവസാനിക്കാത്ത അന്തമില്ലാത്ത അത്ഭുതത്തോടു കൂടെയാണ് ഞാൻ വീക്ഷിക്കുന്നത്. അതെത്രയോ മഹനീയമായ ഒരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മനുഷ്യജാതിക്ക് ഒരു ആശയം, നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ആശയം കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി എന്നാണ് എൻ്റെ വിശ്വാസം. അതിനു പകരം എത്തൊക്കെ നമ്മൾ ഭൗതികമായ സമ്പത്ത് കൂട്ടിവെച്ചാലും, ഏതെല്ലാം വലിയ കസേരയിലിറങ്ങി നിരങ്ങിയാലും, ആരുടെയൊക്കെ മുഖസ്തുതി കേട്ട് നാം സായുജ്യമടഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചാലും നമുക്ക് യാതൊരു വിലയുമില്ല എന്നാണ് എൻ്റെ സത്യം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നൊരു യാഥാർത്ഥ്യം മനസ്സില്ലാതെ മനസ്സോടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പല മെത്രാന്മാരും അവിടെ റിട്ടയർമെൻറ്റ് സമയമായാലും കസേര ഒഴിയാൻ ഇത്ര മടിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, അവർ ഈ ഒരു പദം അലങ്കരിച്ചതുകൊണ്ട് അവർക്ക് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും നന്മയുണ്ടാകണം, അതിനുവേണ്ടി നിലകൊള്ളണം, ശ്രമിക്കണം എന്ന് അവർ മറന്നുപോയി. അവരുടെ വില, അതിൻ്റെ ആകത്തുക അവരിയ്ക്കുന്ന കസേര. അതുകൊണ്ടാണ് അതിന് സിംഹാസനം എന്ന് പറയുന്നത്. സിംഹമിരിക്കുന്ന ഒരു ഇരിപ്പിടത്തിൽ തന്നെ നാം സിംഹാസനം എന്ന് പറയേണ്ടതുള്ളൂ. നമ്മുടെ ഏത് മെത്രാന്മാരാണ് സിംഹം പോലെ ഇരിക്കുന്നത്? എന്നാൽ നമ്മുടെയൊക്കെ മണ്ടത്തരം കൊണ്ട് ഒരു എലി കയറി ഒരു കസേരയിലിരുന്നാലും അത് സിംഹാസനമാകും. കാരണം അത് സഭ സ്ഥാപിച്ച ഒരു വലിയ കസേരയായതുകൊണ്ട് അവിടെ ഒരു എലിയോ പൂച്ചയോ കയറിയിരുന്നാലും അത് സിംഹാസനമാകും. അങ്ങനെയുള്ള ഈ മിഥ്യയുടെ ലോകത്തിൽ വസിക്കുവാൻ ശപിക്കപ്പെട്ട ചില ആളുകൾ, അവിടെ കയറിയിരുന്ന ചില ആളുകളുടെ ബുദ്ധിയില്ലാത്ത ആരാധന മനോഭാവം, അടിമത്വത്തിൽ കൂടെ ഉത്ഭവിക്കുന്ന ആരാധന മനോഭാവം ആസ്വദിച്ച് അവരതാണ് ദൈവതുല്യമായ പ്രതിഭകളാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ റിട്ടയർമെൻറ്റ് സമയം വരുമ്പോൾ അവർ ആകെപ്പാടെ ബലൂൺ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോവുകയാണ്. അതുകൊണ്ട് അവർക്ക് ആകെപ്പാടെ ചെയ്യാവുന്ന കസേരയിൽ എത്രമാത്രം അള്ളിപ്പിടിച്ച് നിൽക്കാം. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഈ സൗത്ത് കേരള ഡയസസിലെ ബിഷപ്പ് 67 വയസ്സ് കഴിഞ്ഞിട്ടും ഇറങ്ങിപ്പോകത്തില്ല. അദ്ദേഹം കൃത്രിമമായ സിനഡ് മീറ്റിംഗ് കൂടി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് 70 കൂട്ടി. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകുകയില്ല എന്നൊക്കെ പറയുന്നത് പോലെ വിട്ടുപോകുകയില്ല. എനിക്കത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും. ഈ അല്പത്തരത്തിൽ ആണ്ടുപോകുന്ന മനുഷ്യത്വത്തിൻ്റെ ഉള്ളിലെ വെളിച്ചമായ സർഗാത്മകത എന്തെന്ന് തിരിച്ചറിയാൻ പോലും കൂട്ടാക്കാതെ ഭൗതികമായ സമ്പത്താണ് തൻ്റെ വിലയുടെയും വലിപ്പത്തിൻ്റെയും നിദാനം മാനദണ്ഡമെന്ന് മാത്രം വിചാരിച്ച് കഴിയുന്ന ആളുകൾ അവർ നശിച്ചു പോകും. ഞാൻ ആദ്യം പറഞ്ഞ ആശയം ഒന്നുകൂടെ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഏതിനെ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ഏതിനെ ആരാധിക്കുന്നുവോ, നിങ്ങൾ അതുപോലെ ആയിത്തീരും. മാമോൻ എന്ന് പറയുമ്പോൾ നിർജീവമായ സമ്പത്താണ് മാമോൻ. നമ്മുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നതൊന്നും ജീവനുള്ളതല്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, രൂപയുണ്ട്, ചെക്ക് ബുക്കുണ്ട്, നിർജീവമാണ്. ഇത് മുഴുവനും നിർജീവം. നമ്മുടെ സമ്പത്ത് മുഴുവനും, ഇപ്പോൾ വീടുണ്ട്, ഉള്ളിൽ ഉപകരണങ്ങളുണ്ട്, വസ്ത്രമുണ്ട്, ഇതൊന്നും ജീവനുള്ളതല്ല. ഈ ജീവനില്ലാത്തതിനെ ആധാരമാക്കിയാണ് നാം നമ്മുടെ വില നിശ്ചയിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെത്രയോ മൗഢ്യമേറിയ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നാം എന്തുകൊണ്ടത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, നാം നമ്മേക്കാളേറെ നിർജീവമായ ഈ ധാതു പദാർത്ഥങ്ങളെ വിലമതിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാം അതുപോലെ ആയിത്തീരുന്നു. പലരെയും ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ വുഡൻ പേഴ്സണാലിറ്റി എന്ന് പറയും. മരത്തടിയന്മാർ, മരത്തലയന്മാർ. മലയാളത്തിൽ മരത്തലയന്മാരെന്ന് പറയും. എന്താണ്? തടി പോലെയാണ് അവർ തലച്ചോറ്, ഒന്നും ഏക്കത്തില്ല. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. പന്നികളുടെ തലച്ചോറ് പന്നിക്ക് പോലും മരത്തലയല്ല, പക്ഷെ അതിനേക്കാൾ മോശമായ തലയാണ് ചില ആളുകളുടേതെന്നാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കണ്ടുപിടിച്ചതല്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മരത്തലയന്മാർ. ഈ കസേരയിലിരുന്ന്
കസേര കൊണ്ട് മാത്രം സ്വന്തം വലിപ്പവും മാഹാത്മ്യവും അളക്കുന്ന ആളുകൾ ഏത് പദാർത്ഥം കൊണ്ടാണ്, ധാതു കൊണ്ടാണ് കസേര ഉണ്ടാക്കിയിരിക്കുന്ന മരം, അവരുടെ വ്യക്തിത്വം മരമാണ്. മരത്തലയന്മാർ മാത്രമല്ല, മര വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ കൂടെയാണ്. അവർ ജൈവമായ മനോഹാരിതകൾ വ്യക്തിത്വത്തിൽ പ്രാപിപ്പാൻ അപ്രാപ്യരാണ്. അവിടെ ഏറ്റവും വലിയ ശിക്ഷ അത് തന്നെയാണ്. അതിൻ്റെ പലവിധമായ ഉദാഹരണങ്ങൾ നമുക്കറിയാം. രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ ഉദാഹരണങ്ങൾ കണ്ടിട്ട് അത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇപ്രകാരമായിത്തീരുന്നത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഹൃദയം കല്ല് പോലെ ആയിത്തീരുന്നത്, എന്തുകൊണ്ടാണ് ചിലരുടെ ആളുകളുടെ നാവ് ചലിച്ചാൽ കള്ളം മാത്രം അഴുക്ക് ചാല് പോലെ പുറത്തേക്ക് ബഹിർഗമിക്കുന്നത്? അവർ വലിയ വലിയ കസേരയിലിരിക്കുന്നവരാണല്ലോ. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരെന്തിനെ സ്നേഹിക്കുന്നു അതുപോലെ അവരായിത്തീർന്നു എന്ന ശാപമാണിത്. അതവിടെ വലിയ അഭിമാനമായി അവർ തെറ്റിദ്ധരിക്കുന്നു എന്നത് അവരുടെ അല്പത്തരത്തെ വിളിച്ചറിയിക്കുന്നു, പൊളിച്ചു കാണിക്കുന്നു. അതിനേക്കാൾ ഭേദമാണ് നഗ്നരായി ഈ വഴിയെ ഓടി ഭ്രാന്ത് പോലെ ജീവിക്കുന്നത്. അതിനേക്കാൾ മെച്ചമാണ്. പക്ഷേ അതിൻ്റെ പാപ്പരത്തെ മനസ്സിലാക്കാൻ അവർക്കോ അവരെ ദൈവങ്ങളായി കൊട്ടിഘോഷിക്കുന്ന മരത്തലയന്മാരായ കോടിക്കണക്കിന് ആളുകൾക്കോ കഴിവ് ഇല്ലാതെ പോകുന്നു. ഇത് സർഗാത്മകത എന്ന് പറയുന്ന അതുല്യമായ ഈ ഒരു വലിയ നിധി, അതിൻ്റെ വില എന്ത് എന്നൊരു സംസ്കാരം മുഴുവനും അറിയാതെ അതിനെ തിരസ്കരിച്ച് അതിന് തുലവും വിപരീതമായി എനിക്ക് കിട്ടണം എന്ന മോഹത്തിൽ മാമോൻ സേവയിൽ കൂടെ നിർജീവമായ മാമോൻ്റെ പദാർത്ഥത്തെ പോലെ വ്യക്തിത്വത്തെ രൂപീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും ഒരു ചെറിയ റെഫറൻസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ബെർട്രാൻഡ് റസലിൻ്റെ ഒരു ചെറിയ പുസ്തകമുണ്ട്. എൻ്റെ ടൈറ്റിൽ പൊളിറ്റിക്കൽ ഐഡിയൽസ് എന്നാണ്. പൊളിറ്റിക്കൽ ഐഡിയൽസ്. അതിൽ ഒരു മനുഷ്യജീവിക്ക് അനിവാര്യമായ 3 ഘടകങ്ങളെപ്പറ്റി, ഏറ്റവും അടിസ്ഥാനപരമായ 3 ആവശ്യങ്ങളെപ്പറ്റി അദ്ദേഹം ചിത്രീകരിക്കുന്നത് ഈ സമയത്തിൻ്റെ മനസ്സിൽ സമ്മർദ്ദത്തോടെ കയറി വരുന്നതോടെ ഇറങ്ങി സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ആദ്യമായി പറയുന്നത് ദ മോസ്റ്റ് ഫണ്ടമെൻ്റൽ നീഡ് ഈസ് ടു റീഓറിയൻറ്റ് ourselves ഫ്രം ദി അക്യൂസിറ്റീവ് ടു ദ ക്രിയേറ്റീവ്. അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ അവൻ്റെ മനുഷ്യത്വം നിലനിർത്തണമെങ്കിൽ അവൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? ഈ സമ്പത്ത് സ്വരുമിച്ചു വെക്കണമെന്ന ഈ ഒരു മാരകമായ ദാഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സർഗാത്മകതയുടെ വിശാലതയിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ കഴിയണം. അവൻ്റെ സ്വഭാവത്തെ ഒന്ന് മാറ്റി സ്ഥാപിക്കണം. ടു റീഓറിയൻറ്റ് ഹ്യൂമൻ നേച്ചർ ഫ്രം ദി അക്യൂസിറ്റീവ് എന്ന് പറഞ്ഞാൽ കിട്ടുക, സമ്പാദിക്കുക, കുമിഞ്ഞുകൂടുക. ദ സീ ഹാസ് ഇറ്റ്സ് ലിമിറ്റ്സ് ബട്ട് ഹ്യൂമൻ ഡിസയേഴ്സ് ആണെന്ന് ഷേക്സ്പിയർ പറയുന്നത് പോലെ അതിൽ നിന്ന് വിമുക്തി പ്രാപിച്ച് ഒരു സർഗാത്മകതയുടെ വിശാലതയിലേക്ക്, അതിൻ്റെ മനോഹാരിതയിലേക്ക്, അതിൻ്റെ വലിപ്പത്തിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യന് പ്രവേശിക്കാൻ ഇടയാകണം എന്ന് ബെർട്രാൻഡ് റസൽ പറയുമ്പോൾ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ എന്നൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ആശയം അദ്ദേഹം അവതരിക്കുമ്പോൾ അറിയാതെ തന്നെ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. നമ്മളെക്കാളൊക്കെ നല്ല ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനി അല്ലാത്തത് എന്തുകൊണ്ട് എന്നതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയ, അതൊരു പുസ്തകമല്ല, അദ്ദേഹത്തിൻ്റെ പല ഉപന്യാസങ്ങളുടെ ഒരു സമാഹാരമാണ്. ആ വ്യക്തിയാണ് വാസ്തവത്തിൽ ക്രിസ്തീയമായ ആശയം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവതരിപ്പിച്ചത് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു ചിന്താ പങ്ക്തിയിൽ നിങ്ങൾ നിരന്തരം പങ്കെടുക്കുന്നതിലുള്ള നന്ദിയും സന്തോഷവും ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ യാത്ര നമുക്ക് തുടരാം.